ഹേ ഗൈസ്, അപ്പോൾ ഇന്നലെ ഒരു രണ്ട് സംഭവം നടന്നു. ഒന്ന് നമ്മുടെ എമ്പുരാൻ്റെ ബുക്കിങ്ങും തുടങ്ങി, അതുപോലെ മൾട്ടിപ്ലെക്സുകളുടെ നാറിയ മുതലെടുപ്പ്. ഞാൻ നാറിയ മുതലെടുപ്പ് എന്ന് തന്നെ പറയും. കാരണം 150 മുതൽ 240 രൂപ വരെ ഉണ്ടായിരുന്ന ലുലു PVR അതുപോലെ തന്നെ ഫോറം PVR ഇന്നലത്തെ നോർമൽ സീറ്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയണോ? 280 മുതൽ 340 വരെ. റിക്ലൈനറിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, 800 രൂപ. ഇത് നിങ്ങളൊരു കാലം ആലോചിക്കണം, ഈ PVR ലുലുവിൽ ആകെ ഒരു സ്ക്രീൻ മാത്രമാണ് 4K ലേസർ അറ്റ്മോസ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ 2K പ്രൊജക്ഷൻ, പകുതി ലേസർ പോലും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് ഈ കാശ് കൊടുത്ത് നമ്മൾ അവിടെ പോയി കാണേണ്ടത്. അതുപോലെ തന്നെ ഫോറം മാളിൽ ഇതേ അവസ്ഥ. ആകെ PXL സ്ക്രീനിൽ മാത്രമാണ് 4K ലേസർ അറ്റ്മോസ് ഉള്ളൂ. PXL സ്ക്രീനിന്റെ കാര്യങ്ങൾ പറയാതിരിക്കുന്ന നല്ലത്. അവർ ഏകദേശം 500-600 രൂപയ്ക്കാണ് ഒരു നോർമൽ സീറ്റിന് ഇപ്പൊ അവർ ചാർജ് ചെയ്യുന്നത്. അത് ഏകദേശം 200% ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് അവന്മാര് കാശ് കൂട്ടിയത്. ഇതൊന്നുമല്ല എനിക്ക് പൊളിഞ്ഞു കയറുന്നത് വേറൊരു കാര്യമാണ്. സിനിപോളിസ് അവരുടെ സീറ്റിന് ഏകദേശം 400 രൂപ. എന്താടാ, ഒരു മര്യാദ ഇല്ലേ? 400 രൂപയോ? ഞാൻ ഒരു കേസ് പറയാം. ഞാൻ കണ്ടതിൽ വെച്ച് സിനിപോളിസിന്റെ ഏറ്റവും വേസ്റ്റ് തിയേറ്റർ ആണ് കൊച്ചിയിലുള്ള സിനിപോളിസ്. മൂഞ്ചിയ പ്രൊജക്ഷൻ, മൂഞ്ചിയ സ്ക്രീൻ, മൂഞ്ചിയ ഓഡിയോ ക്വാളിറ്റി, അതുപോലെ തന്നെ അത്രയും മൂഞ്ചിയ സീറ്റുമാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സീറ്റിന് അല്ലാത്ത ദിവസങ്ങളിൽ 220-200 റേറ്റ്. അതുവരെ ഞാൻ ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയും. അപ്പോഴാണ് ഇത്രയും കൂടെ സ്ക്രീനിൽ 400 രൂപയ്ക്ക് അവർ ഒരു ടിക്കറ്റ് കൊടുക്കുന്നത്. ആ നോർമൽ ടിക്കറ്റ് അവിടെ പോയി കണ്ടവർക്ക് അറിയാം അതെന്ത് ഷോക്കാണ് ആ സീറ്റ് വരെ. നിങ്ങളെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ ചൂഷണം ചെയ്യണോ? സിനിപോളിസ് ആണെങ്കിലും PVR ആണെങ്കിലും രണ്ടും കണക്കാം. വേറെ തിയേറ്ററുകൾ, ഈ മൾട്ടിപ്ലക്സ് അല്ലാത്ത തിയേറ്റർ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ വനിതാ വിനീത, അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലുള്ള ഐസക് മരിയ, ഇവരുടെയൊക്കെ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. 4K ലേസർ പ്രൊജക്ഷനിലുള്ള അടിപൊളി സാധനങ്ങളാണ്. അവിടുത്തെ വോയിസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? കിടിലിന, ഒരു രക്ഷയില്ല. അവിടെ വരെയും സെക്മരിയുടെ റേറ്റ് ആണ് 180-200, റിക്ലൈനറിന് 400. അതുപോലെ തന്നെ നമ്മുടെ വനിതാ വിനീതയിൽ 200-250. പിന്നെ നിങ്ങൾ ഐമാക്സിന്റെ വില കേൾക്കണ്ടേ? 1000 രൂപ. രാവിലെ നോക്കിയപ്പോൾ 500 രൂപ, പിന്നെ നോക്കിയപ്പോൾ 1000 രൂപ. പിന്നെ ഞാൻ ഇന്നലെ രാത്രി 6 മണിക്ക് 2 ഷോ PVR ഫോറം മാളിൽ ഇട്ടായിരുന്നു. അത് ഒരെണ്ണം ലക്ഷമായിരുന്നു. അതിന്റെ വില എത്രയാണെന്ന് കേൾക്കണോ? 1400 രൂപ. എത്ര ശതമാനം? 200% ഒറ്റയടിക്ക് കൂട്ടണം. 550-1400 രൂപ. നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് എന്തെങ്കിലുമൊക്കെ ഒരു മര്യാദ കാണിക്കാൻ പാടില്ലേ നിങ്ങൾക്ക്? നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഒരു തലവര മാറ്റാൻ കഴിവുള്ള പടമാണ് എമ്പുരാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പലരും ഫസ്റ്റ് ഡേ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. അതിനെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യേണ്ടത്. ഞാൻ ഈ കണക്കുകൾ മൊത്തം നിരത്തിയാലും ഇപ്പൊ ഒരിടത്തും ടിക്കറ്റ് കിട്ടാനില്ല. കാരണം അത്ര ആഗ്രഹമുള്ളതുകൊണ്ടാണ് ആ ടിക്കറ്റൊക്കെ വിറ്റുപോയത്. ആ ആഗ്രഹത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യണം. ഇതിന് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഗവൺമെന്റ് ഇതിന് എന്തെങ്കിലും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ മോളിവുഡിലാണെങ്കിലും ടോളിവുഡിലാണെങ്കിലും ഏത് വുഡിലാണെങ്കിലും ഹൈപ്പുള്ള മൂവി കേരളത്തിൽ റിലീസ് ചെയ്യും. ആ സമയത്ത് ഇങ്ങനെ 300-400 ഒക്കെ ആണെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ ഒന്ന് പോയി പടം കാണും?